So next we will see about a Mach number, which is a very interesting concept. That is M and representation, which is equal to V by A. So A we already kandu. A is the velocity of sound in that medium. That is velocity of sound ennu parayunnu njan ipo ivide nikkunnu hello enna sound parayunnu. At what velocity this hello is traveling, adana A ennu parayunnu. That is velocity of sound velocity in that medium. Now V velocity means ഞാനിപ്പോൾ എത്രയെങ്കിലും വെലോസിറ്റി പോകുന്നു അല്ലെങ്കിൽ ഓടുന്നു, ആ വെലോസിറ്റിയാണ് വി എന്ന് പറയുന്നത്. നോർമലി ഇത് നമ്മളൊരു നോർമൽ ഇൻലാൻഡ് പ്രോസസ്സിനൊന്നും അല്ല ഈ മാക് നമ്പർ കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നത്. അതൊരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു ജെറ്റ് ഹൈ വെലോസിറ്റി കൂടെ അറ്റ്മോസ്ഫിയറിൽ കൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് നമുക്ക് ഇൻ 1935 km/h എന്നൊരു ഫംഗ്ഷന് പകരം വി യൂസ് ഇറ്റ് ഇൻ വെരി ലൈറ്റ് ടേംസ്, ദാറ്റ് ഈസ് മാക് നമ്പർ. So Mach number value അറിയാനായിട്ട് if we know this value of A, Aയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് ഗാമ ഇൻറ്റു ആർ ഇൻറ്റു ടി. ഗാമ വാല്യൂ നമുക്കറിയാം 1.4, ആർ വാല്യൂ നമുക്കറിയാം 287. ആൻഡ് ടെമ്പറേച്ചർ ഇൻ കെൽവിനിലെടുക്കാൻ ഇഫ് ടെമ്പറേച്ചർ ഇവിടുത്തെ ഇപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൻ്റെ എ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ 30 ഡിഗ്രി ആണ്. സോ ടി വിൽ ബി ഈക്വൽ ടു 303 കെൽവിൻ. അപ്പോൾ നമുക്ക് ഈ 3 പാരാമീറ്ററും അറിയാമെങ്കിൽ we can easily calculate the value of A, and ഇത് മൂന്നും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ it will be nearly 330 m/s. So നമുക്ക് മനസ്സിലായി velocity of sound is 330 m/s. So how much is 330 in km/h? To convert this, 330 into 18/5. So it will be nearly 999, or we can approximately say take it as 1000 km/h. Calculate ചെയ്ത് നോക്കുക എത്രയാണെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. So if it is 1000 km/h, ആലോചിച്ച് നോക്കുക, any object is, if it is having a velocity higher than this 1000 km/h, then it is traveling with a velocity higher than that of sound. അതായത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഹലോ എന്ന് സൗണ്ട് ഉണ്ടാക്കുന്നു, ആൻഡ് ഇഫ് ഐ ക്യാൻ റൺ അറ്റ് മോർ ദാൻ 1000 km/h, എനിക്ക് ഈ സൗണ്ട് വെലോസിറ്റിയെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. അത് ഞാനിവിടെ നിന്ന് ഹലോ എന്ന് പറയുന്നു, ആൻഡ് ഇഫ് ഐ എം റണ്ണിങ് അറ്റ് മോർ ദാൻ 1000 km/h, എൻ്റെ സൗണ്ട് ഒരു പോയിന്റിൽ റീച്ച് ചെയ്യുന്നതിന് മുന്നേ ഐ വിൽ ബി പാസിങ് ദാറ്റ് പോയിന്റ്. സോ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇഫ് വി ഈസ് ഗ്രേറ്റർ ദാൻ എ, എം വിൽ ബി ഗ്രേറ്റർ ദാൻ 1, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സൂപ്പർസോണിക്. അപ്പോൾ സൂപ്പർസോണിക് എന്ന് പറയുമ്പോൾ എനി ഒബ്ജക്റ്റ് വിച്ച് ഈസ് ട്രാവലിംഗ് അറ്റ് എ വെലോസിറ്റി ഹയർ ദാൻ ദാറ്റ് ഓഫ് സൗണ്ട് വിൽ ബി സെഡ് ആസ് എ സൂപ്പർസോണിക് ഒബ്ജക്റ്റ്. ആൻഡ് ഇഫ് എം ഈസ് ഈക്വൽ ടു 1, അതായത് ഹലോ എന്ന് വിളിക്കുന്നു, രണ്ടും ഒരേ വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ ബോത്ത് വിൽ റീച്ച് അറ്റ് എ ടൈം. അതായത് ഒരു പേഴ്സൺ തിരിഞ്ഞ് നിൽക്കുന്നു, നമ്മളിവിടെ നിന്ന് ഹലോ എന്ന് വിളിച്ചിട്ട് അതിൻ്റെ കൂടെ അങ്ങ് പോവുകയാണ്. അപ്പം വെൻ ദിസ് സൗണ്ട് റീച്ചസ് ഹിസ് ഇയേഴ്സ്, ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? പാരലൽ ടു ഹിം. ബിക്കോസ് ഇത് രണ്ടും ഒരേ വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ പുള്ളിക്കാരൻ ഹലോ എന്ന് കേൾക്കുന്ന സമയത്തായിരിക്കും നമ്മളും ആ പോയിന്റിൽ എത്തുന്നത്. സോ ദാറ്റ് എം ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആ സൗണ്ടും ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി നമ്മുടെ അതേപോലെയാണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി സോണിക് കണ്ടീഷൻ. ആൻഡ് ഇഫ് എം ഈസ് ലെസ് ദാൻ 1, ഇറ്റ് ഈസ് കോൾഡ് സബ്സോണിക്. അതാണ് നമ്മുടെ ഇവിടെ നമുക്കറിയാവുന്ന കണ്ടീഷൻസ് ഒക്കെ നടക്കുന്നത്. ഇപ്പോൾ ഒരു ട്രെയിൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു 2 വീലർ നമ്മളൊരു ഹൈ വെലോസിറ്റിയിൽ, ഈവൻ മോട്ടോ GPയിൽ പോലും ആണെങ്കിൽ ഒരു അതിൽ പോകുന്ന ഒരു ബൈക്കിൻ്റെ വെലോസിറ്റി നിയർലി 300 km/h ആണ് വരുന്നത്. സോ ഇറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ 1000 km/h. അതുപോലും അപ്പോൾ എന്ത് കണ്ടീഷനിൽ പോകുന്നില്ല, അതും ഒരു എന്തായിട്ടേ പോകുന്നുള്ളൂ, സബ്സോണിക് ആയിട്ടാണ് പോകുന്നത്. ആൻഡ് ഇഫ് എം ഈസ് ഗ്രേറ്റർ ദാൻ 5, ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പർസോണിക്. സോ ഈ സൂപ്പർസോണിക് ജെറ്റ്സ് നമ്മൾ കൂടുതൽ മിലിറ്ററി പർപ്പസ് അല്ലെങ്കിൽ ഫൈറ്റിംഗ് പർപ്പസിന് മേടിക്കുന്നതിൻ്റെ റീസൺ ദ പോയിന്റ് ഡിസ്റ്റർബൻസ്. അതായത് നമ്മൾ ഒരു കല്ലെടുത്ത് ഒരു പ്ലെയിൻ വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു റിപ്പിൾസ് ഫോം ചെയ്യും. അതാണ് നമ്മുടെ പോയിന്റ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് പോയി ഒരു ഫ്ലൂയിഡ് വീഴുന്ന സമയത്ത് ആ ഫ്ലൂയിഡിന് വേവ്സ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് അത് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? വെള്ളമായതുകൊണ്ട്. സെയിം വേ ഇപ്പം ഈ നിൽക്കുന്ന എയറിലും നമ്മളൊരു സൗണ്ട് വേവ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സൗണ്ട് വേവും ഒരു വേവ് ആയിട്ടാണ് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ വേവ്സ് നമ്മൾ അപ്പുറത്തിരിക്കുന്ന ഒരാൾ എത്തുന്ന സമയത്താണ് അയാൾ ഈ സൗണ്ട് കേൾക്കുന്നത്. സെയിം വേ നമ്മൾ ആ റിപ്പിള് ഫോമായി ആ റിപ്പിള് വേറൊരു ഒബ്ജക്റ്റിൽ പോയി തട്ടുമ്പോഴാണ് അവിടെ ഒരു ഡിസ്റ്റർബൻസ് വീണു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
സോ സെയിം വേ ഇഫ് എ ഫ്ലൈറ്റ് ഈസ് മൂവിങ് അറ്റ് സൂപ്പർസോണിക് സ്പീഡ്, ആ ഒബ്ജക്റ്റ് പോയതിന് ശേഷം മാത്രമേ അതിൻ്റെ ഡിസ്റ്റർബൻസ് ആ ഫീൽഡിൽ ഉണ്ടാവുന്നുള്ളൂ. സോ ദാറ്റ് ഇപ്പോൾ വേറൊരു ടെറിട്ടറിയിൽ ഒരു സൂപ്പർസോണിക് ജെറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ചിലപ്പോൾ അത് എൻ്റർ ചെയ്തു എന്ന് പണ്ടത്തെ കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ പറ്റിയിരുന്നുള്ളൂ. സോ ദാറ്റ് അത് അവിടെ പോയി ബോംബിടുവോ എന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും ആ എൻറ്റയർ തിങ് അവർക്ക് ഓപ്പോസിറ്റ് കൺട്രിക്ക് മനസ്സിലാകുന്നത്. സോ അതൊക്കെ കൊണ്ടാണ് പണ്ട് സൂപ്പർസോണിക് ഫ്ലൈറ്റ്സിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയുടെ കയ്യിലും സൂപ്പർസോണിക് ഫ്ലൈറ്റ്സ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ക്ലാസിഫിക്കേഷനിൽ കൂടുതൽ ഏവിയേഷൻ ഫീൽഡിലാണ് നമ്മൾ ഈ സൂപ്പർസോണിക് ജെറ്റ്സും ഹൈപ്പർസോണിക് സ്പീഡ്സും ഒക്കെ കേൾക്കുന്നത്. So this is about the Mach number. Next we will see the pressure field created by a point disturbance. So next we will see about pressure field created by a point disturbance. അതെന്ന് പറയുന്നത് നമ്മൾ ഫ്ലൂയിഡ്സിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ലിക്വിഡ്സും ഗ്യാസസും ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് അതിൽ ലിക്വിഡ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. സോ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൽ നമ്മളൊരു പോയിന്റ് ഡിസ്റ്റർബൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എഫക്റ്റ് എന്തായിരിക്കും? അതിൻ്റെ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു സ്റ്റില്ലായിട്ട് കിടക്കുന്ന ഒരു വെള്ളത്തിൽ ഒരു സ്മോൾ സ്റ്റോൺ എടുത്തിട്ട് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? റിപ്പിൾസ് വിൽ ഫോം ദയർ. സോ സെയിം വേ നമ്മളൊരു പോയിന്റ് ഡിസ്റ്റർബൻസ് ഫോർ എൻ ഇൻകംപ്രസിബിൾ ഫ്ലോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിങ് ഡിസ്റ്റർബൻസ് വിൽ ബി ലൈക്ക് ദിസ്. അതായത് ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഒറിജിൻ. അപ്പോൾ ആ ഒറിജിനിൽ നിന്ന് ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ എത്തി. അതായത് A0 എന്ന് പറയുന്നത് വീഴുന്ന ടൈമിൽ. അപ്പം A0 ഉണ്ടായ വേവ് ആഫ്റ്റർ സം ടൈം T അത് A1 എത്തി. അത് ഒരു A ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പം A0 ഉണ്ടായിരുന്ന ഫസ്റ്റ് മൊമെൻറ്റിൻ്റെത് ഇപ്പം Aയിലോട്ട് വന്നു. ആൻഡ് ആ എത്തിയതാണ് നമ്മുടെ A1 ആയി. അതായത് A0 ഒരു ടൈം ഫാക്ടർ കഴിഞ്ഞ് A1 ആയപ്പോൾ അതിൻ്റെ ഡിസ്റ്റർബൻസ് A റേഡിയസ് ട്രാവൽ ചെയ്ത് എത്തി. ദെൻ നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ്ലി ട്രാവലിംഗ് ആയിരിക്കും. സോ ദാറ്റ് ആഫ്റ്റർ എ ടൈം ഇൻ്റർവെൽ ദെൻ A2 ആവുമ്പോൾ ഇറ്റ് വിൽ ട്രാവൽ എ ഡിസ്റ്റൻസ് 2A. ദെൻ ഒരു ടൈം ഇൻസ്റ്റൻറ്റും കൂടെ കഴിഞ്ഞ് A3 ആവുമ്പോൾ ഇറ്റ് വിൽ ബി ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് ഓഫ് 3A. അതായത് നമ്മുടെ ഫസ്റ്റ് ഇനിഷ്യലി നമ്മളൊരു പോയിന്റ് ഡിസ്റ്റർബൻസ് ഇട്ട സമയത്തുള്ള വേവ് ഇപ്പോൾ 3A ഡിസ്റ്റൻസ് ഇരിക്കുന്നു. അതിന് തൊട്ട് മുന്നേ ഉള്ളത് 2A, അതിന് മുന്നേ ഉള്ളത് A, ആൻഡ് A0 അത് അവിടെ ജനറേറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഷർ ഫീൽഡ് ക്രിയേറ്റഡ് ബൈ എ പോയിന്റ് ഡിസ്റ്റർബൻസ് ഫോർ ആൻ ഇൻകംപ്രസിബിൾ ഫ്ലോ. ആൻഡ് ഇത് നമുക്ക് വേറൊരു രീതിയിൽ അനലൈസ് ചെയ്യാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത സെക്ഷൻസ് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം സപ്പോസ് ഇവിടെ ഒരു പേഴ്സൺ നിൽക്കുന്നു. ദിസ് ഈസ് ലൈക്ക് നമ്മൾ ഹലോ എന്ന് വിളിക്കുന്നു. ആൻഡ് വിളിക്കുന്ന ആൾ ഇവിടെ തന്നെ നിൽക്കുന്നു. ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുമ്പോൾ ആ ഫ്ലോയുടെ മൂവ്മെൻറ്റ് വെരി ലെസ് വെലോസിറ്റിയിലാണ്. സോ ദാറ്റ് ഇവിടെ ഇരിക്കുന്ന ആളുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഹലോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സൗണ്ട് പോയി ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് കേൾക്കുന്ന സമയത്തും നമ്മുടെ പൊസിഷൻ എവിടെ തന്നെയാണ്? അവിടെ തന്നെ നിൽക്കുന്നു. സോ ഈ ബോർഡിൻ്റെ എൻഡിൽ ഒരാൾ നിൽക്കുന്നു. ഇഫ് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഹലോ എന്ന് വിളിച്ച് അവിടെ ഉള്ള ആൾ തിരിഞ്ഞു നോക്കുന്ന സമയത്തും എൻ്റെ പൊസിഷൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്, റൈറ്റ്? സോ ഇപ്പം ഇവിടെയാണ് ആ പൊസിഷൻ, ആളുടെ പൊസിഷൻ, ഹലോ എന്ന് വിളിക്കുന്ന ആളുടെ പൊസിഷൻ ഈ പോയിന്റിലാണെങ്കിൽ ഇത് കേൾക്കുന്ന ആൾ വൺസ് ഈ വേവ് ആ ആളുടെ അടുത്ത് എത്തുമ്പോഴാണ് നമ്മളത് കേൾക്കുന്നത്, റൈറ്റ്? സോ എന്നിട്ട് ഇയാൾ നോക്കുന്ന സമയത്തും അയാളുടെ പൊസിഷൻ എവിടെ തന്നെയാണ്? ദ സെയിം പോയിന്റ്. ഇപ്പോൾ ഇത് ഇങ്ങനെ മനസ്സിലാക്കുക. നെക്സ്റ്റ് വിൽ സീ ഫോർ എ സബ്സോണിക് കേസ്. സീ ദിസ് ഫിഗർ. സബ്സോണിക് മനസ്സിലാക്കാൻ നമുക്ക് നേരത്തെ ഇവിടെ പറഞ്ഞ് നിർത്തി ആ കേസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതായത് സപ്പോസ് ഇവിടെ നിൽക്കുന്നു, ഹലോ എന്ന് വിളിക്കുന്നു, ബട്ട് ഐ എം ട്രാവലിംഗ് വിത്ത് സം വെലോസിറ്റി. സോ ദാറ്റ് ഹലോ എന്ന് പുള്ളിക്കാരൻ കേട്ടിട്ട് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് എൻ്റെ പൊസിഷൻ എന്തായിരിക്കും? ഈവൻ ദോ ഞാൻ ഈ പോയിന്റിൽ നിന്നാണ് വിളിച്ചതെങ്കിലും ബിക്കോസ് ഐ എം ട്രാവലിംഗ് അലോങ് വിത്ത് ദി സൗണ്ട്, നോക്കുന്ന സമയത്ത് എൻ്റെ പൊസിഷൻ എവിടെയായി? ഇവിടെയായി. ദാറ്റ് മീൻസ് ആ പോയിന്റ് ട്രാവലിംഗ് ആണ്. ദ സെയിം വേ A3 എന്നാണ് സ്റ്റാർട്ടിങ് അവിടെ ഇരുന്ന് വിളിക്കുന്നത്. അപ്പോൾ A3യുടെ വേവ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് നോക്കുമ്പോൾ ആളുടെ പൊസിഷൻ എവിടെ എത്തി? A0 അപ്പം A3യിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താണ് A0 എത്തുന്നത്. സോ ഇതാണ് അതിൻ്റെ സബ്സോണിക്കിൻ്റെ ഡയഗ്രാം വരയ്ക്കുന്നത്. അതായത് നമ്മൾ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഒരു പോയിന്റ് എടുക്കുക,
ദെൻ ഈ പോയിന്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് മാറും, ദെൻ അത് സെൻറ്ററാക്കി വെച്ച് അടുത്ത് വരയ്ക്കുക, ദെൻ അത് വീണ്ടും മാറുന്നു, ദെൻ സെൻറ്ററാക്കി വെച്ച് നമ്മൾ വീണ്ടും ഒരെണ്ണം വരയ്ക്കുക. അപ്പം അവിടെ ഇൻകംപ്രസിബിൾ നമുക്ക് സിമെട്രിക് ആയിരിക്കും, ഇവിടെ നമുക്ക് ഇത് ഈ പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് കുറഞ്ഞ് അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കും. സോ ദിസ് ഈസ് ദി കേസ് ഫോർ pressure field created by a point disturbance in case for a subsonic flow. Next we will see about the sonic condition. ഇപ്പോൾ സോണിക് കണ്ടീഷൻ നമ്മൾ നേരത്തെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എന്താണ് അതിൻ്റെ പ്രത്യേകത? വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റും സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയും സെയിം ആണ്. സോ ഇത് രണ്ടും ഒരേ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ഇവിടെ നിൽക്കുന്ന ആ ആൾ നമ്മൾ ഹലോ എന്ന് കേൾക്കുമ്പോൾ നമ്മളും അയാളും പാരലായിട്ട് ഒരുമിച്ച് നിൽക്കുന്നു. സോ ഹി വിൽ ഫീൽ ലൈക്ക് നമ്മൾ ഇവിടെ എത്തുമ്പോഴാണ് അയാളെ ഹലോ വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കും. ബിക്കോസ് ബാക്കിൽ നിന്നുള്ള സൗണ്ടും നമ്മളും ഒരുമിച്ചാണ് ട്രാവൽ ചെയ്ത് വരുന്നത്. സോ നമുക്ക് ഇവിടെ ഇതിൻ്റെ വരച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫോർ എ സോണിക് കണ്ടീഷൻ ദ ഗ്രാഫ് വിൽ ബി എല്ലാം ഒരു പോയിന്റിലോട്ട് വരുന്നു. അതായത് ഇവിടെ ഇരുന്ന് ഫസ്റ്റ് ഇനിഷ്യലി ഇവിടെ ആയിരുന്നു അയാളുടെ പൊസിഷൻ എങ്കിൽ ഇനിഷ്യലി A3 ഇരുന്നാണ് ഫസ്റ്റ് നമ്മുടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്. ദെൻ ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് അലോങ് വിത്ത് ദി സൗണ്ട് വെലോസിറ്റി സോ ദാറ്റ് A0 എത്തുന്ന സമയത്ത് കറക്റ്റ് ഒബ്ജക്റ്റും ആളും ഫ്രണ്ടിൽ നിൽക്കുന്നു. ഇഫ് സപ്പോസ് നമ്മുടെ ഇവിടെ കാണുന്ന ട്രെയിനൊക്കെ സോണിക് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പം റെയിൽവേ ക്രോസിങ്ങിലൊക്കെ ഈവൻ ദോ റെയിൽ ക്രോസ് ചെയ്തിട്ടാലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ബിക്കോസ് എന്തുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ട്രെയിൻ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിൻ്റെ സൗണ്ട് വൈബ്രേഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്റ്റർബൻസസ് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നമ്മൾ ആ സമയത്ത് മാറിക്കൊടുക്കുന്നു. ബട്ട് ഇപ്പോൾ ട്രെയിൻസ് എല്ലാം സോണിക് വെലോസിറ്റിയിലാണ് ഇവിടെ പോകുന്നതെങ്കിൽ ആലോചിച്ച് നോക്കുക, നമ്മൾ അതിൻ്റെ ഒരു ക്ലൂവും നമുക്ക് കിട്ടത്തില്ല. അത് വന്ന് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ അറിയുന്നത് ഇത് വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെയാണ് നമ്മുടെ ആൾ നിൽക്കുന്നതെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ഒരു വൈബ്രേഷൻ എത്തുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നതും ഒരുമിച്ചായിരിക്കും. സോ ഈ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിലോട്ട് ഒന്നും ഒരു ക്ലൂ അവിടെ കിട്ടുന്നില്ല. സോ ദിസ് സോൺ ഈസ് കോൾഡ് സോൺ ഓഫ് സൈലൻസ് ആൻഡ് ദിസ് ഈസ് കോൾഡ് സോൺ ഓഫ് ആക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഷർ ഫീൽഡ് ക്രിയേറ്റഡ് ബൈ എ പോയിന്റ് ഡിസ്റ്റർബൻസിൻ്റെ സോണിക്കിൻ്റെ ഫിഗർ വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുക. ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഫിഗർ വരയ്ക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് ഫിഗർ വരയ്ക്കാൻ മാത്രമായിട്ട് ചോദിക്കില്ല, അതിന് ഡിസ്ക്രിപ്ഷനൊന്നും ആവശ്യമില്ല. സ്റ്റിൽ ഈ കൺസെപ്റ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇനി അങ്ങോട്ട് പഠിക്കുന്നതിന് ബെറ്ററാണ്. ദാറ്റ്സ് വൈ. സോ നെക്സ്റ്റ് ഈസ് ലാസ്റ്റ് കണ്ടീഷൻ, ദാറ്റ് ഈസ് സൂപ്പർ സോണിക്. സോ ഫോർ സൂപ്പർ സോണിക് കേസ് നമ്മുടെ ഫ്ലൈറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു, സൂപ്പർസോണിക് ഫ്ലൈറ്റ് നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ജെറ്റ് പാസ് ചെയ്ത് നമ്മൾ സൗണ്ട് കേട്ടിട്ട് വെളിയിൽ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആ ജെറ്റിനെ നമുക്ക് കാണാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ട്രാവലിംഗ് അറ്റ് എ വെലോസിറ്റി മച്ച് ഹയർ ദാൻ ദി വെലോസിറ്റി ഓഫ് സൗണ്ട്. ആൻഡ് അതിൻ്റെ ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എപ്പോഴും ഡിസ്റ്റർബൻസ് ഒരു കോണായിട്ടായിരിക്കും പോകുന്നത്. സോ A1 നിൽക്കുന്നത് ഇവിടെ വരും, A2 ഇവിടെ വരുന്നു, ആൻഡ് A3 ഇവിടെ വരുന്നു. സോ ഇപ്പോൾ പൊസിഷൻ എവിടെയാണ്? A0. നേരത്തെ എവിടെയായിരുന്നു? A1, A2, A3. അതായത് ഇവിടെ നിൽക്കുന്ന ഒരാൾ ഈ വേവ് ഇയാളെ ഈ കോണായിട്ട് പാസ് ചെയ്ത് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മളത് കേൾക്കുമ്പോൾ ഒബ്ജക്റ്റ് എവിടെ എത്തി? ഫാർ എഹെഡ് ഓഫ് ദി പോയിന്റ്. അപ്പോൾ അത് കാരണം സൂപ്പർസോണിക്കിൻ്റെ ഒരു കോൺ ഫോർമേഷനിലാണ് അതിൻ്റെ ഡിസ്റ്റർബൻസ് ട്രാവൽ ചെയ്ത് പോകുന്നത്. സോ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു കോണിനെയാണ് നമ്മൾ മാക് കോൺ എന്ന് പറയുന്നത്. ആൻഡ് ഈ കോണിൻ്റെ ഹാഫ് ആംഗിളിനെയാണ് നമ്മൾ ആൽഫ എന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സോ ദർ ഇസ് എ ഇക്വേഷൻ ഫോർ ദി കോൺ ആംഗിൾ. അതായത് ഹൗ ക്യാൻ വി ഡിറ്റർമിൻ ദിസ് ഹാഫ് ആംഗിൾ ആൽഫ? ഈ പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രം ദിസ് പോയിന്റ് ടിൽ ഹിയർ അതിൻ്റെ വെലോസിറ്റി v ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? S is equal to ut plus half at square, റൈറ്റ്? അപ്പോൾ ഇതിൽ ആക്സിലറേഷൻ ഓഫ് ബോഡി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ S is equal to ut or v വെച്ചാണ് അത് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് S is equal to vt where v is the velocity of object. Now ഇപ്പം ഈ ഒരു സർക്കിൾ പോയിന്റ് ഡിസ്റ്റർബൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ സർക്കിളിൻ്റെ റേഡിയസ് എൻലാർജ്മെൻറ്റ് വരുന്നത് ഏത് വെലോസിറ്റി വെച്ചിട്ടാണ്? വിത്ത് ദി വെലോസിറ്റി a or the sound velocity a.
സോ ഈ എയിലാണ് ഇത് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു AT. ദിസ് ഡിസ്റ്റൻസ് ഈസ് ഗിവൻ ബൈ AT ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ഗിവൻ ബൈ VT. സോ ഇതിപ്പം പെർപെൻഡിക്കുലർ ആംഗിൾ ആണെങ്കിൽ നമുക്ക് ഫ്രം ദി ട്രിഗ്നോമെട്രിക് റിലേഷൻ വാട്ട് ഈസ് സൈൻ ആൽഫ? ഓപ്പോസിറ്റ് സൈഡ് സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു AT by VT. or A by V is what? M is equal to V by A. or ഇവിടെ നമുക്ക് sin alpha is equal to 1 by M or alpha equal to sin inverse of 1 by M. So if we know the Mach number, we can easily calculate the cone angle alpha. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. AT എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വാട്ട് ഈസ് VT, ഇത് രണ്ടും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അടുത്ത് നമ്മൾ അറിയേണ്ടത് വോൺ കർബൺസ് റൂൾസ് ഓഫ് സൂപ്പർസോണിക് ഫ്ലോസ്. നമ്മൾ ഓൾറെഡി പ്രഷർ ഫീൽഡിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഫസ്റ്റ് ഈസ് റൂൾ ഓഫ് ഫോർബിഡൻ സിഗ്നൽ. ഫോർബിഡൻ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു മാക്കോൺ ആംഗിൾ കണ്ടപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി, അതായത് ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരാൾ ഡസൻ നോ ഇവിടെ ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഇവിടെ നിന്ന് പോകുന്നുണ്ടെന്ന് ഇവിടെ ഒരാൾ അറിയുന്നില്ല. ഇവിടെ നിൽക്കുന്ന ഒരാൾ അത് കേൾക്കുന്നു ഓൺലി ആഫ്റ്റർ സം ടൈം. അതായത് ഇത്രയും ഏരിയയിൽ അതിൻ്റെ നമുക്ക് സിഗ്നൽസ് ഒന്നും കിട്ടുന്നില്ല. ദിസ് തിയറി ഈസ് കോൾഡ് ദി റൂൾ ഓഫ് ഫോർബിഡൻ സിഗ്നൽ. അതായത് ഒരു സൂപ്പർസോണിക് ഫ്ലോ ആയിട്ട് ഒരു ഹൈ വെലോസിറ്റി പോകുന്ന സമയത്ത് ആ ബോഡി എല്ലായിടത്തും അതിൻ്റെ ഒരു സിഗ്നൽസ് നമുക്ക് തരണമെന്നില്ല. ഈവൻ ആ പോയിന്റ് നമ്മുടെ ഫ്രണ്ടിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു സിഗ്നൽസ് നമുക്കില്ല. സോ ദാറ്റ് റൂൾ ഈസ് കോൾഡ് ദി റൂൾ ഓഫ് ഫോർബിഡൻ സിഗ്നൽ. ആൻഡ് ഇത് കാരണം ഇവിടെ രണ്ട് സോൺസ് ഉണ്ടാകുന്നു. ഒരു ഇതിനകത്ത് നടക്കുന്ന സോണിൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഫീൽ ചെയ്യുന്നു. ആൻഡ് ഔട്ട്സൈഡ് ദിസ് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ക്ലൂവും ഇല്ല. അപ്പം ഇതിനകത്ത് കിട്ടുന്ന ഈ ഒരു റീജിയനെയാണ് നമ്മൾ സോൺ ഓഫ് ആക്ഷൻ എന്നും ഇതിന് ഔട്ട്സൈഡുള്ള ഒരു സോണിനെയാണ് നമ്മൾ സോൺ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംസ് ദി റൂൾ ഓഫ് കോൺസെൻട്രേറ്റഡ് ആക്ഷൻ. അതായത് നമ്മൾ ഇതിനകത്ത് ഓരോ ഇതിനും ഓരോ സർക്കിൾസ് നമ്മൾ വരച്ചു. അതിനകത്ത് ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്ന റീജിയൻസ്, അതിൽ ഈ റീജിയൻസിൽ ഏത് റീജിയനിലാണോ സർക്കിൾ വളരെ ചെറുതായിട്ട് വരുന്നത് അവിടുത്തെ എഫക്റ്റ് ഭയങ്കരമായിരിക്കും. അപ്പോൾ എത്രത്തോളം സർക്കിൾ സ്മോൾ ആവുന്നു അവിടെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും അവിടുത്തെ പ്രഷർ ചേഞ്ചസ്, അല്ലെങ്കിൽ അവിടുത്തെ എഫക്ട്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും വെൻ കമ്പയർഡ് ടു എ ലാർജർ സർക്കിൾ. ദാറ്റ് ഈസ് കോൾഡ് ദി റൂൾ ഓഫ് കോൺസെൻട്രേറ്റഡ് ആക്ഷൻ.